ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവവചനം ഈ കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. വീണ്ടും വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ഈ ദൈവവചന കേൾവി നിങ്ങൾക്ക് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 1 ശമൂവേൽ പുസ്തകം 1-ാം അധ്യായം 4 വാക്യങ്ങൾ വായിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 16, 17 വാക്യം, 26, 27 വാക്യങ്ങൾ. ആ 4 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുകയാണ്. 1 ശമൂവേൽ 1-ാം അധ്യായം 16, 17, 26, 27 വാക്യങ്ങൾ. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയൻ സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിന് ഏലി, സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. 26, 27 വാക്യങ്ങൾ. അവൾ അവനോട് പറഞ്ഞത്, യജമാനനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയുമിരിക്കുന്നു. പ്രിയമുള്ളവരെ, 1 ശമൂവേൽ പുസ്തകം 1-ാം അധ്യായം വളരെ സുപരിചിതമാണ്. ഹന്നയെക്കുറിച്ച്, ശൗമേൽ ബാലൻ ജനിക്കുന്നതിനെക്കുറിച്ച്, ഏലി പുരോഹിതനെക്കുറിച്ച്, എൽക്കാനെക്കുറിച്ച്, പെനീനെക്കുറിച്ചൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്ന അധ്യായമാണ് 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം എന്ന് പറയുന്നത്. നമുക്കറിയാം, എൽക്കാന എന്ന് പറയുന്ന മനുഷ്യന് 2 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഹന്ന, ഒന്ന് പെനീന. ആ സമയത്ത് ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു, പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. പെനീനയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്ക് ഒരു കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യഹോവ ഹന്നയുടെ ഗർഭം അടച്ചിരുന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങളില്ലാതിരുന്നത്. എന്നാൽ ഭവനത്തിൽ യഹോവ ഗർഭം ഹന്നയുടെ അടച്ചതുകൊണ്ട് അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചുവെന്ന് 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ആ ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട്, ഹന്നയുടെ ജീവിതത്തിൽ ഒരു വിടുതലില്ലാത്തത് കൊണ്ട്, പുറമെ കാണുമ്പോൾ ഒരു വിടുതലും ഒരു സൗഖ്യമോ ഒരു പ്രാർത്ഥനയുടെ റിസൾട്ടോ ഇല്ലാത്തൊരു സ്ത്രീയാണ് വീട്ടിൽ ഹന്ന. അതുകൊണ്ട് തന്നെ വീട്ടിൽ കുഞ്ഞുങ്ങളുള്ള പെനീന നിരന്തരം ഹന്നയെ വ്യസനിപ്പിക്കാൻ തുടങ്ങി, മുഷിപ്പിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നേ, ഹന്ന യഹോവയുടെ ആലയത്തിൽ പോകുന്ന സമയത്തൊക്കെ ആണ്ടുതോറും അവൾ അങ്ങനെ തന്നെ ചെയ്തു വന്നു. എപ്പോഴൊക്കെ ആലയത്തിൽ ഹന്ന പോകുന്നോ അപ്പോഴെല്ലാം മുഷിപ്പിക്കാറുണ്ട്. വീട്ടിലിരിക്കുമ്പോൾ മുഷിപ്പിക്കാറുണ്ട്. കാരണം എന്താണ്? അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. അവളുടെ ഗർഭം അടഞ്ഞിരിക്കുന്നു. അവൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീയായിട്ടല്ല കാണുന്നത്. കാരണം ഉദരമടഞ്ഞു പോയൊരു സ്ത്രീയായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ വ്യസനം, ഈ മുഷിപ്പീര്, ഈ ഭാരമെല്ലാം താൻ ദൈവസന്നിധിയിൽ പകരുന്ന കാഴ്ച 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു. 1-ന്റെ 10 ഇങ്ങനെ വായിക്കുന്നത്, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ലായിരിക്കാം. നിറച്ച് വ്യസനമായിരിക്കാം, നിറച്ച് കരച്ചിലായിരിക്കാം, മനോവ്യസനമായിരിക്കാം. ഹന്ന കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെ ഹന്നയുടെ സിറ്റുവേഷൻ സന്തോഷമല്ല, ആനന്ദമല്ല, മനോവ്യസനമാണ്, കരച്ചിലാണ്, നിരാശയാണ്. എന്നാൽ ഹന്ന എന്ത് ചെയ്തു? ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി, കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. കേട്ടോ, 10-ാം വാക്യത്തിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ആ പ്രാർത്ഥന കരച്ചിലോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ്. മനോവ്യസനത്തോടെ ഹന്ന പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി, അടിയനെ ഓർത്ത്, അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകണമേ. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അടിയനെ നോക്കണം, അടിയനെ ഓർക്കണം, അടിയനെ മറക്കല്ല. കാരണം ദൈവം ഒരു ദൈവപ്രവൃത്തി തൻ്റെ ജീവിതത്തിൽ കൊടുത്തിട്ടല്ലാതെ തൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകത്തില്ല, തൻ്റെ ജീവിതത്തിൽ ഒരു ഉദ്ധാരണം ഉണ്ടാകത്തില്ല. നിന്ന മാറണമെങ്കിൽ ദൈവം തന്നെ നോക്കണമെന്ന് ഹന്നയ്ക്കറിയാം. ഇപ്പോഴുണ്ടാകുന്ന നിന്ന മാറണമെങ്കിൽ ദൈവം ഓർക്കണമെന്ന് ഹന്നയ്ക്കറിയാം. ഇപ്പോഴുള്ള നിന്ന മാറിപ്പോകണമെങ്കിൽ ദൈവം ഹന്നയെ മറക്കരുതെന്ന് ഹന്നയ്ക്ക് നന്നായിട്ടറിയാം. അപ്പോൾ താൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹന്ന പ്രാർത്ഥിച്ചതുപോലെ മനോവ്യസനത്തോടെ, കരച്ചിലോടെ, കർത്താവേ എന്നെ നോക്കണമേ, എന്നെ ഓർക്കണമേ, എന്നെ മറക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും
കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് കേട്ടോ. ഹന്ന ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആലയത്തിൽ കടന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വീട്ടിലിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആലയത്തിൽ കടന്നു വന്നത്. ആലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹന്ന വാ തുറക്കുന്നുണ്ട്, പക്ഷെ ശബ്ദം കേൾക്കുന്നില്ല. കാരണം ഹൃദയത്തിനകത്ത് മനോവ്യസനം കാരണം ഏങ്ങി ഏങ്ങി താൻ പ്രാർത്ഥിക്കുകയാണ്. ശബ്ദം വരുന്നില്ല, വായ അനങ്ങുന്നുണ്ട്, ചുണ്ടനങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട ഉടനെ ഏലി പുരോഹിതൻ തെറ്റിദ്ധരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി എന്ന് പറയുന്നത് അവിടുത്തെ പുരോഹിതനാണ്. ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അതരം അനങ്ങിയൽ അല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ഹൃദയം കൊണ്ട് സംസാരിക്കുക. കാരണം ചില സമയത്തൊക്കെ പ്രാർത്ഥിച്ചിട്ടില്ലേ, പുറത്ത് ശബ്ദം വരുന്നില്ല. വ്യസനം ഹൃദയത്തിനകത്തുണ്ടായിട്ട്, വിഷമം ഹൃദയത്തിനകത്തുണ്ടായിട്ട്, മനോഭാരമുണ്ടായിട്ട് പുറത്തേക്കൊരു വാക്ക് പോലും വരാൻ കഴിയാതെ വിങ്ങി 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 കരയുകയാണ്. ഏങ്ങലടിച്ച് കരയുകയാണ്. ചുണ്ടനങ്ങുന്നുണ്ട്, പക്ഷേ ശബ്ദം വരുന്നില്ല. ഇത് കണ്ടപ്പോൾ ഏലി പുരോഹിതൻ ചിന്തിച്ചു, ഹന്ന ലഹരി പിടിച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഏലി പുരോഹിതൻ അവളോട് ചോദിക്കുക, ദേവാലയത്തിൽ വെച്ച്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞിറങ്ങട്ടെ. അപ്പോൾ ഹന്ന പറയുന്നതാണ് നമ്മൾ വായിച്ചത്, അങ്ങനെയല്ലേ യജമാനെ, ഞാൻ മനോവസനമുള്ളൊരു സ്ത്രീയാണ്. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയായിരുന്നു. പുരോഹിതന് പോലും ഹന്നയുടെ ഹൃദയത്തിലെ നിരാശ, ഭാരം, വ്യസനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതേ പ്രിയരെ, രണ്ടാമതൊരാൾക്ക്, നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് പോലും നിങ്ങളുടെ ഹൃദയത്തിലെ വ്യസനം അറിയത്തില്ലായിരിക്കാം. വിങ്ങി വിങ്ങി പൊട്ടുകയായിരിക്കാം. ഏലി പുരോഹിതന് പോലും അത് മനസ്സിലായില്ല. ദേവാലയത്തിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത്, ഒരു പ്രത്യേക സ്ഥലത്ത് ഹന്ന വന്ന് നിൽക്കുന്നു. നിങ്ങളതൊന്ന് കാണണം കേട്ടോ. ഹന്ന കരയുന്നു. അപ്പോൾ ഏലി പുരോഹിതൻ ഒരുപാട് പേരെ ആലയത്തിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് ആലയത്തിൽ വരാറുണ്ട്, യാഗങ്ങൾ കഴിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, തിരിച്ചു പോകാറുണ്ട്. ഇതുപോലെ ഹന്നയെ കണ്ടു, ഹന്നയോട് സംസാരിച്ചു, ഹന്നയെ തെറ്റിദ്ധരിച്ചു. പക്ഷേ ഹന്ന അത് ക്ലിയർ ചെയ്തു, ഞാൻ മദ്യം ഒന്നും കുടിച്ചിട്ടല്ല, വ്യസനം കൊണ്ടാണ് ഞാൻ കരയുന്നത്. അപ്പം ഏലി പുരോഹിതന് ആ സ്ത്രീയോട് അനുകമ്പ തോന്നി. എന്നിട്ട് പറയുകയാണ്, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവമക്കളെ ഓർത്തെ, ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്ന ശബ്ദം ഇതാണ്, നീ കഴിച്ച പ്രാർത്ഥനയുടെ ഉത്തരം ദൈവം നിനക്ക് തരട്ടെ എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വായിക്കുക, സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു, അവളുടെ മുഖം പിന്നെ വാടിയില്ല. അതിനകത്തൊരു ആത്മീയ ചിന്തയുണ്ട് കേട്ടോ. എത്ര വ്യസനമുണ്ടെന്ന് പറഞ്ഞാൽ, ഹൃദയത്തിനകത്ത് എത്ര ഭാരമുണ്ടെന്ന് പറഞ്ഞാൽ, എത്ര ആഴത്തിലുള്ള മുറിവേറ്റ വ്യക്തിയാണെന്ന് പറഞ്ഞാലും, ദൈവസന്നിധി വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുഖം പിന്നെ വാടില്ല. സങ്കീർത്തനം പറയുന്നത് എന്താണെന്നറിയാമോ? അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഹന്ന ദൈവത്തോട് പറഞ്ഞു, എന്നെ നോക്കണേ, എന്നെ മറക്കല്ലേ, എന്നെ ഓർക്കണേ. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അവിടെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് പോയെന്നല്ല, അവളുടെ മുഖം പിന്നെ വാടിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. പിന്നെ ദേവാലയത്തിൽ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് അവിടെ എഴുതുന്നില്ല. അവിടെ വായിക്കുന്നത് ദൈവം അവളെ ഓർത്തെന്ന. വീട്ടിൽ വ്യസനിപ്പിക്കുന്ന വിഷയം വീട്ടിലുണ്ട്, പക്ഷെ വാടിയില്ല. പ്രാർത്ഥിച്ചിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് മുഖം വാടിയില്ല. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരുന്നത്. പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് പലതും വലിയ വിഷയമായിട്ട് നമുക്ക് തോന്നുന്നു. പ്രാർത്ഥിച്ച് കൃപയേറ്റെടുത്ത് അഭിഷേകത്തിലൊന്ന് നിന്ന് നോക്കിക്കേ, ഒരു പ്രതിസന്ധിയായിട്ട് നമ്മൾ കാണത്തില്ല. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിലും മതിയായവനെന്ന് പൗലോസ് പറഞ്ഞതുപോലെ, പ്രതിസന്ധിയെ കണ്ട് ഭയപ്പെടുകയല്ല, പ്രാർത്ഥിച്ച് കൃപയേറ്റെടുത്ത് നിൽക്കുന്ന ഒരു ദൈവവേദനെ ആ ദൈവത്തിന് ഈ തലമുറയിൽ ആവശ്യം. എന്നെ പ്രാർത്ഥിച്ച് കൃപയേറ്റെടുത്തു, അവളുടെ മുഖം വാടിയില്ല. വ്യസനിപ്പിക്കുന്ന വിഷയത്തിന് പരിഹാരം പ്രാർത്ഥനയായിരുന്നു. എന്നാൽ നാളുകൾ കഴിഞ്ഞു, ദൈവം അവളെ ഓർത്തു കേട്ടോ. ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചു, ദൈവം അങ്ങ് ഓർത്തു. 20-ാം വാക്യത്തിൽ യഹോവ അവളെ ഓർത്തെന്നാണ് വായിക്കുന്നത്. നമ്മൾ പറയുന്ന ഓരോ സെൻറ്റൻസും ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായ വാക്കുകളായിരിക്കും.
മറ്റൊരാൾക്ക് അറിയത്തില്ലായിരിക്കും, വ്യസനം കൊണ്ട് പറയുന്നതായിരിക്കും. നമ്മുടെ വിഷമങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ ആ വാക്കുകളെ പോലും കണക്കിട്ട് പ്രതിഫലം തരുന്ന സ്നേഹനിധിയായ ഒരു കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. ആളുകൾ കഴിഞ്ഞു, ദൈവം ശൗമേൽ ബാലനെ ദാനമായി നൽകി. എന്നിട്ട് താൻ കഴിച്ച നേർച്ച പോലെ, താൻ കഴിച്ച ഉടമ്പടി പോലെ ദൈവസേനയിൽ വന്ന് നിൽക്കുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ട് വരികയാണ്. അതേ ദേവാലയത്തിൽ അതേ പുരോഹിതൻ അവിടെയുണ്ട്. അവിടെ വന്ന് നിൽക്കുമ്പോൾ 25-ാം വാക്യം, അവർ കാളയെ അറുത്തിട്ട് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. ഏലി പുരോഹിതൻ്റെ അടുക്കൽ കൊച്ചിനെ കൊണ്ട് വരിക. അപ്പം അവൾ അവനോട് പറയുക, യജമാനനെ, യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാ. അതായത് നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഇന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാനല്ല വന്നേ, അന്ന് പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിയായിട്ടാണ് വന്നേക്കുന്നത്. ഇത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? സഹോദര സഹോദരി, ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടിയുമായിട്ട് നിങ്ങൾ പോകുന്ന ചർച്ചിൽ പോകാൻ, നിങ്ങൾ പ്രെയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആളുകളോട് തന്നെ ഇതിന് റിസൾട്ട് കിട്ടിയെന്ന് പറയാൻ, ദൈവം സംഗതി വരുത്തുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആ പദത്തിന് ആമേൻ പറയാൻ പറ്റും? ഹന്നെ അന്ന് വിഷയവുമായിട്ട് ദൈവസന്നിധിയിൽ വന്നു, ഇന്ന് വന്നത് വിഷയവുമായിട്ടല്ല, വിഷയത്തിൻ്റെ മറുപടിയുമായിട്ടാണ് പറയുക. യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാ. ഈ ബാലനായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതേ പ്രിയരെ, പ്രാർത്ഥിക്കാൻ ഒരു കാലഘട്ടമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി കിട്ടാൻ ഒരു കാലഘട്ടമുണ്ട്. മനോവ്യസനങ്ങൾ ഒരുപക്ഷെ ഹൃദയത്തിനകത്ത് വന്നേക്കാം, മുഷിപ്പിക്കുന്ന അനുഭവം വന്നേക്കാം. പക്ഷേ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം, ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയാത്ത ദൈവിക സമാധാനം, യഹോവ ശാലോം, സമാധാനത്തിൻ്റെ ദൈവം, ദിവ്യ സമാധാനത്താൽ നമ്മളെ നിറയ്ക്കും. അതിനാ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഹന്ന ഏത് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നു, അതേ ദേവാലയത്തിൽ പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ട് ചെന്ന് നിൽക്കാൻ ഹന്ന എന്ന് പറയുന്ന ദൈവദാസിയെ ദൈവം സഹായിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ മടുപ്പില്ലാതെ വിശ്വാസത്തോടെ ഐക്യതയോടെ ദൈവസന്നിധിയിൽ ദൈവവചനപ്രകാരം പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് പറയാം, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഭൂമിയിൽ 2 പേർ ഐക്യബദ്ധ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തരാമെന്ന് യേശുവിൻ്റെ വാഗ്ദത്തമാണ്. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. നാം അവൻ്റെ ഇഷ്ടപ്രകാരം അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുമെന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാണെന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് വീണ്ടും പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹന്ന പറഞ്ഞതുപോലെ നിങ്ങൾക്കും പറയാൻ ഒരു സാക്ഷ്യം ദൈവം ഒരുക്കാൻ പോകുകയാണ് കേട്ടോ. വിശ്വസിക്ക്. എൻ്റെ ജീവിതത്തിൽ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ഹന്നയ്ക്ക് മറുപടി ലഭിച്ചതുപോലെ മറുപടി ലഭിച്ച് ഹന്ന പറഞ്ഞതുപോലെ പറയാൻ ദൈവം എനിക്ക് ഇടവരുത്തും. എൻ്റെ ചർച്ചിൽ പോയി എനിക്ക് ടെസ്റ്റ് മണി പറയാൻ ദൈവം സംഗതി വരുത്തുമെന്ന് വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനോവ്യസനത്തോടെ ഹൃദയനുറക്കത്തോടെ ഹന്ന പ്രാർത്ഥിച്ചത് ദൈവം ഓർത്ത് അവളുടെ മുഖത്തെ ആദരിച്ച്, അവളുടെ മുഖം വാടാതെ അവളെ ഓർത്ത് ദൈവപ്രവൃത്തി ഹന്നയുടെ ജീവിതത്തിൽ അയച്ചതുപോലെ ഈ ശബ്ദം കേട്ട സകല വ്യക്തികളുടെയും ജീവിതത്തിൽ സാക്ഷ്യത്തിന് കാരണമാക്കി ദൈവം അവരുടെ പ്രാർത്ഥനാ വിഷയത്തെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കും. ഏതെങ്കിലും വ്യക്തികൾ നിരാശയുടെ ഭാരത്തോടെ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനം വെച്ചവരെ ബലപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. സകല വിഷയങ്ങളെയും ദൈവവരങ്ങളെ ഏൽപ്പിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കും. അങ്ങയുടെ വരവിനാ ഞങ്ങളെ ഒരുക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ.